21-ാം നൂറ്റാണ്ട് പിറന്നന്റെ കോഴിക്കോട്ടൊരു പ്രസംഗം നടത്തിയവരെ, എറണാകുളത്തെ മാധവിക്കുട്ടി എന്ന കമലാസുറയ്യ അവര് പ്രസംഗിച്ച വാക്ക് അതുപോലെ ഞാൻ പറയാം. ഒരു വളർത്തുനായ ഭക്ഷണം കൊടുക്കുന്ന യജമാനനെ കാണുമ്പോ വാലാട്ടുന്നത് പോലെ ആത്മാവിന്റെ പിന്നാലെ ശരീരത്തെ ഞാൻ കൊണ്ടു നടന്നു. എനിക്കൊരുപാട് പണമുണ്ടായിരുന്നു. ഞാൻ എഴുതിയ പുസ്തകങ്ങൾ ഒരുപാട് വിറ്റഴിഞ്ഞു. ലോക വിപണിയിൽ എന്റെ പുസ്തകങ്ങൾക്ക് മാർക്കറ്റുണ്ടായി. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുള്ള സർവകലാശാലകളിലും ഞാനൊരു ഗസ്റ്റ് ലെക്ചറായി മാറി. നാലപ്പാട്ട് തറവാട്ടിലെ നീർമാതളത്തിന്റെ ചുവട്ടിലെ ചന്ദനത്തിൽ തീർത്ത കസേരയ്ക്കകത്തിരുന്നു കൊണ്ട് ഞാൻ എഴുതിയ കഥയും കവിതയും ലോകത്തെ ഫാൻസി ഡ്രസ് എന്ന ഇംഗ്ലീഷ് പോയം, അത് ഇംഗ്ലീഷ് എന്റെ കവിത പല യൂണിവേഴ്സിറ്റികളിലും പാഠപുസ്തകമായി മാറിയെങ്കിൽ വ്യക്തിപരമായി എനിക്ക് അല്പം സമാധാനത്തിന്റെ കുറവുണ്ടായിരുന്നു. ഇന്ന് ആ സമാധാനത്തിന്റെ കുറവില്ല. 1400 കൊല്ലം മുമ്പ് മക്കയിലൊരു പൂമഴ പെയ്തു. 23 കൊല്ലം ആ മഴ തകർത്ത് തിമർത്ത് പെയ്തു. മദീനയിൽ പെയ്ത ആ മഴ 23 വർഷക്കാലം തകർത്ത് തിമർത്ത് പെയ്ത മഴ മദീനയിൽ വെച്ചുകൊണ്ട് തോർന്നുപോയി. 1400 കൊല്ലത്തിന് ശേഷം പുന്നയൂർ കുളത്തിനടുത്തുള്ള നാലപ്പാട്ട് തറവാട്ടിലെ ചന്ദനത്തിൽ തീർത്ത കസേരയ്ക്കകത്തിരുന്ന് കാവിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് ഞാൻ കൈ നീട്ടിയപ്പോ 2 തുള്ളി എന്റെ കൈവെള്ളയിൽ വന്ന് വീണു. എന്റെ കൈവെള്ളയിൽ വന്ന് വീണ ആ മഴത്തുള്ളി എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ എന്റെ ആത്മാവ് ശാന്തിയായി. വില്യം ഷേക്സ്പിയറിന്റെ മാക്ബത്തും ജൂലിയസ് സീസറും വായിച്ച മാധവിക്കുട്ടിയുടെ മനസ്സിന് സാന്ത്വനം നൽകാൻ അതിന് കഴിഞ്ഞില്ല. മാക്സിം ഗോർക്കിയുടെ ദ മദർ എന്ന പുസ്തകം വായിച്ച മാധവിക്കുട്ടിക്ക് ആ പുസ്തകത്തിൽ നിന്ന് ആത്മാവിനെ പ്രചോദനം നൽകാൻ അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ടാഗോറിന്റെ ഗീതാഞ്ജലിയും അതേപോലെ ടോൾസ്റ്റോയുടെ ഗ്രന്ഥങ്ങളും ആർതർ കോണൻ ഡോയിലിന്റെ ദ ഹൗണ്ട് ഓഫ് ബാസ്കർവില്ല മുതൽ അഗതാ ക്രിസ്റ്റിയുടെ 13 പ്രോബ്ലംസ് വരെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിനകത്തൊന്നും കാണാത്ത സമാധാനം നിരക്ഷരനായ മുഹമ്മദിലൂടെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് 21-ാം നൂറ്റാണ്ടിന്റെ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയർന്ന സൂര്യന്റെ സപ്തഗ്രഹങ്ങൾ ഭൂമിയെ ഉമവെച്ചപ്പോ എറണാകുളത്തിന്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഒരു സാഹിത്യകാരി നമ്മോട് വിളിച്ചു പറഞ്ഞെങ്കിൽ മുഹമ്മദീയ ചരിത്രം, മുഹമ്മദീയ ഹിസ്റ്ററി, സയ്യിദിന മുഹമ്മദ് മുസ്തഫ. അതൊരു പാതിരാ പ്രസംഗത്തിന്റെ വാക്കായി നിങ്ങൾ കാണേണ്ട. ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മുഹമ്മദീയ ദർശനത്തിന്റെ ചരിത്രമാണ് സയ്യിദിന മുഹമ്മദ് മുസ്തഫ. സലാത്ത് ഉറക്കെ ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. കഅബത്തിന്റെ മുറ്റത്ത് വെച്ച് പേര് വെച്ചതാ. ഇവിടെ വെച്ച് തെറ്റ് ചെയ്യാൻ പാടില്ല, തെറ്റ് ഉദ്ദേശിക്കാനും പാടില്ല. അതുകൊണ്ട് ഈ കുട്ടി ഇവിടെ ഇരിക്കട്ടെ. ഇനി ഖുർആനിൽ ഞാൻ 2 ആയത്തോളാം. സൂറത്തുൽ ബഖറ. ബഖറ ഖുർആനിൽ എത്രാമത്തെ സൂറത്താ? 3-മത്തെയോ? 2-ാമത്തെ. കഅബ നിർമ്മിക്കാൻ വേണ്ടി അല്ലാഹു ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബിയോടും പറഞ്ഞു. നിർമ്മിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു ദുആ ഉണ്ട്. ആ ദുആയി പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ നീതി സ്വീകരിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞാനും എന്റെ പൊന്നുമോനും നിർമ്മിച്ച ഈ കഅബയെ നീ സ്വീകരിക്കണമേ അല്ലാഹ്. അതിന്റെ അർത്ഥം എന്താ? റുക്നുൽ യമാനിയും റുക്നുൽ ശാമും ഹജറുൽ അസ്വദും അതിന്റെ ഓരോ മൂലയും ഞങ്ങളുടെ അറിവിൽ, ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒരു കുറ്റമില്ലാതെ ഞങ്ങൾ പണിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കാണാത്ത കാണുന്ന റബ്ബേ, ഞങ്ങൾ കേൾക്കാത്ത കേൾക്കുന്ന റബ്ബേ, ഞങ്ങൾ നോക്കിയാൽ കാണാത്ത ന്യൂനത കാണാൻ കഴിവുള്ള നാഥ, നീ ന്യൂനത കണ്ടേക്കാം. അതുകൊണ്ട് സ്വീകരിക്കാതിരിക്കല്ല റബ്ബേ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈൻ ലക, എന്നെയും എന്റെ പൊന്നുമോൻ ഇസ്മായിലിനെയും ഞങ്ങളെ 2 പേരെയും നീ മുസ്ലിങ്ങളാക്കണേ അല്ലാഹ്. സൂറത്തുൽ ബഖറ അടുത്ത ആയത്ത് ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടന്റ് സൂക്തമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിക. റബ്ബനാ വബ്അസ് ഫീഹിം, അല്ലാഹുവേ
ഇവരിൽ നിന്ന് നീ ഒരു റസൂലിനെ നിയോഗിക്കണമേ. യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ വബഅദ് ഫീഹിം റസൂല, ഈ മക്കയിൽ നിന്ന്, ഈ ജനപ്രദേശമല്ലാത്ത സ്ഥലത്ത് നിന്ന്, ആ മലയുടെ പ്രദേശങ്ങളിൽ നിന്ന് റബ്ബേ നീ ഒരു ദൂതനെ അയക്കണമേ തമ്പുരാനെ. യത്ലു അലൈഹിം ആയാതിക, നിന്റെ ആയത്തോതി കൊടുക്കുന്ന വയുഅല്ലിമുഹുമുൽ കിതാബ, നിന്റെ കിതാബ് ഓതി കൊടുക്കുന്ന വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത, തത്വജ്ഞാനവും പഠിപ്പിക്കുന്ന. പോരാ വയുസക്കീഹിം, ഹൃദയത്തെ കറങ്ങിച്ചെന്ന് സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ നീ അയക്കണേ എന്ന് വാപ്പയും മോനും അവിടെ വെച്ചുകൊണ്ട് ദ്വാരെന്നതിന്റെ തൊട്ടുമുറ്റത്ത് 4000 കൊല്ലത്തിന് ശേഷം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് പാത്രീഭവിക്കപ്പെട്ട പുണ്യഭൂമിയിൽ സഫാ മർവ കുന്നിന്റെ താഴെ അബ്ദുൽ മുത്തലിബിന്റെ കൈവെള്ള ഇരിക്കുന്നു ആ പൊന്നുമോൻ മുഹമ്മദ് മുസ്തഫ. ചിന്തിച്ചു നോക്കിയ ആ പേരിട്ട സ്ഥലം, ആ പേരിട്ട സ്ഥലം നോക്കിയ ആ പ്രാർത്ഥനയും കൂടെ ഒന്ന് കോർത്ത്. ഇനി ഒരായത്തുള്ളതാ, സൂറത്ത് ആല ഇമ്രാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബൽ ലഫീ ളലാലിൻ മുബീൻ. ലഖദ് മന്നല്ലാഹു, തീർച്ചയായും അല്ലാഹു ഔദാര്യം ചെയ്തു, അലൽ മുഅ്മിനീന, വിശ്വാസികൾക്ക്, ഇത് ബഅസ ഫീഹിം, അവരിലേക്ക് അയച്ചു, റസൂലൻ, ഒരു ദൂതനെ, യത്ലു അലൈഹിം, അവർക്ക് ആ ദൂതൻ ഓതി കൊടുക്കുന്നു, ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, വയുസക്കീഹിം, ആ ദൂതൻ അവരെ സംസ്കരിക്കുന്നു, വയുഅല്ലിമുഹുമുൽ കിതാബ, അല്ലാഹുവിന്റെ ഗ്രന്ഥം ഓതി കൊടുക്കുന്നു, ഖുർആൻ ഓതി കൊടുക്കുന്നു, വൽ ഹിക്മത, തത്വജ്ഞാനം ഓതി കൊടുക്കുകയും ചെയ്യുന്ന നബിയെ അല്ലാഹു അവർക്ക് കൊടുക്കുന്നതിലൂടെ മുസ്ലിം മുഅ്മിനീങ്ങൾക്ക് പടച്ചവൻ ഔദാര്യം ചെയ്തു. വഇൻകാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഈ നബി വരുന്നതിന് മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. പരിശുദ്ധ ഖുർആൻ. നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ലോക ചരിത്രമല്ലേ? നബിയുടെ മദ്ഹ് പാടാത്ത, ഞാൻ ഖുർആനിലേക്ക് വരികയാണ്, നബിയുടെ മദ്ഹ് പാടാത്ത ഭാഷയുണ്ടോ? ഏത് ഭാഷക്കാരാ നബിയുടെ മദ്ഹ് പാടാത്തുള്ളത്? ചിലരെ ചോദിച്ചു, നമ്മൾ ഈ മൗലൂദൊക്കെ ഓതുമ്പോൾ ചിലർക്ക് സംശയം, നബിയുടെ സഹാബത്ത് അങ്ങനെ ചൊല്ലിയിട്ടുണ്ടോന്നാ. ഞാനും നോക്കിയിട്ടുണ്ട്. ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോ പടച്ചവനെ, ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നൊരു സഹാബിയുണ്ട്, റളിയല്ലാഹു അൻഹു പറ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റസൂലുള്ളാഹിന്റെ മുഖത്ത് കൊണ്ട് പാട്ടുപാടി. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടുവാണെങ്കിൽ ഏത് ഭാഷയിലാ പാടുക? ഏത് ഭാഷയിലായിരിക്കും? ഇംഗ്ലീഷോ മലയാളം അറബിയോ? അറബി. ശബീഹു കബദറുൽ ലൈലി ബല്ലന്തൻവറു വവജ്ഹുക മിമ്മാഇ ബലാഹാതി അസ്ഹറു വസുലുസുക കാഫൂറൻ വറുബുക അംബറു വഖുമുസുക യാഖൂതുൻ വബാഖിക ജൗഹറു. അതിന്റെ അർത്ഥം എന്താ? ശ്രദ്ധിക്കണേ. ശബീഹുക ബദറുൽ ലൈൽ, 14-ാം രാവിൽ പൊട്ടിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളുടെ നടുവിൽ മേഘക്കീറിൽ ഒളിച്ചു നിൽക്കാതെ നിലാവ് പുറത്തേക്ക് തലനീട്ടിയ രാത്രിയിൽ, നിലാവേ നിലാവേ നിനക്കെന്തഴകെന്ന് പറഞ്ഞ് പൗർണമിയെ ഒരാൾ കണ്ടാൽ, 14-ാം രാവിലെ ചന്ദ്രനെ ഒരാൾ കണ്ടിട്ട്
നിലാവിന്റെ അഴക് മുഴുവനും തന്റെ കണ്ണിലും ഹൃദയത്തിലും ആവാഹിച്ചിട്ട് നേരെ തിരിഞ്ഞാൽ നബിയെ അങ്ങയുടെ മുഖമെങ്ങാനും കണ്ടാൽ ബല്ലന്തൻ വറൂ ചന്ദ്രൻ ലജ്ജിച്ചു പോകുന്ന തോട്ടക്കാരനെ അത്ഭുതപ്പെടുത്തുന്ന മുഖമല്ലേ അങ്ങയുടെ മുഖം മുത്തേ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലു മുഹമ്മദ് മുസ്തഫ. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയ സഹാബിയ. തീർന്നില്ല തീർന്നില്ല. ശബീഹുക ബദറുൽ ലൈലി ബല്ലന്തൻ വറൂ വവജുഹുക മിമ്മായിൽ മലാഹാത്തി അസ്ഹറൂ. സ്ഫടിക പാത്രത്തിൽ വെള്ളം വീണാൽ സ്ഫടികം തനിയെ തിളക്കമുള്ളതാണ്. അതിൽ വെള്ളത്തുള്ളി വീണാൽ എന്ത് തിളങ്ങുമോ അതുപോലെ തിളക്കമല്ലേ മുത്തേ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. വഫുലുക കാഫൂറുൻ വറുബുക അംബറു വഹുമസുക യാഖൂതുൻ വബാഖിക ജൗഹറു. നബിയേ അങ്ങയുടെ ശരീരത്തിന്റെ 1/3 കർപ്പൂരമോ വറുബുക അംബറു 4/1 അത്തിറോ വഹുമസുക യാഖൂതുൻ 5/1 മാണിക്യമോ വബാഖിക ജൗഹറു ബാക്കി മുഴുവനും രത്നമോ മുത്തേ രത്നമോ മുത്തേ മുഹമ്മദ് മുസ്തഫ. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയത് 1400 കൊല്ലം മുമ്പ്. ഇനി സൈനുദ്ദീൻ മഖ്ദൂം പാടി. ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ മലയാള കവിതയോടെ ചൊല്ലാം. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറൂജ്. വല്ല വീട്ടിലും അങ്ങ് താമസിച്ചാൽ അവിടെ വിളക്കിന്റെ ആവശ്യമില്ല നബിയേ. ആയിഷ ബീവി പറയുന്നു റളിയല്ലാഹു അൻഹാ, ഒരിക്കൽ ഞാൻ മുണ്ട് നെയ്യുകയാണ്. രാത്രിയായി പെട്ടെന്നൊരു കാറ്റടിച്ചു. ബുറിഞ്ഞ കീറിപ്പോയ മുണ്ട് തുന്നുകയാണ്. കാറ്റടിച്ചപ്പോ കത്തിച്ചു വെച്ച വിളക്കടഞ്ഞു പോയി, സൂചി താഴെ പോയി. ഇരുട്ടത്ത് ഞാൻ അങ്ങനെ തപ്പിത്തടഞ്ഞിരിക്കുമ്പോ റസൂലുള്ള കടന്നു വന്നു. ഫജാഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൈന. നബി ഞങ്ങളിലേക്ക് കടന്നു വന്നു. നബിയുടെ കാലിന്റെ പ്രകാശത്തിൽ നിന്ന് നിലത്ത് കടന്ന സൂചി ഞാൻ കണ്ടെടുത്തെന്ന് ബീവി ആയിഷ. നമ്മളെങ്ങനെ വീട്ടിൽ കയറിയാലോ പ്രകാശാണ്, നമുക്ക് പ്രകാശമാണ്. അല്ലാഹു പ്രകാശം തരട്ടെ. നിലത്ത് കിടന്ന സൂചി കണ്ടെടുത്തു എന്ന് പ്രകാശം കൊണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ മങ്കൂസ് മൗലൂദ് ചൊല്ലി. ബൂസൂരിയുടെ ബുറുദ. ഞാൻ അലക്സാൻഡ്രിയയിൽ പോയിട്ടുണ്ട്. നവാസ് മനാനി ഇപ്പൊ പോകുന്നുണ്ട്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അലക്സാൻഡ്രിയയിൽ പോയി ബൂസരി ഇമാമിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മൊത്തത്തെ ഈ ബുറുദ വരികളാ. 165 വരിയ ഭിത്തി മൊത്തം. 2 തവണ ഞാൻ പോയി, അള്ളാഹു സ്വീകരിക്കട്ടെ. കിബർ പറഞ്ഞല്ല കേട്ടോ. ഖബറിന്റെ അടുത്ത് എന്നിട്ട് ഞാൻ ഒരു പദ്യം അങ്ങ് പാടി. അല്പം പേടിയുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ചൊല്ലിയതാ. വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി. എല്ലാ നബിമാരെക്കാൾ അങ്ങ് മേലെയാണ്. പച്ച താഴികക്കുടത്തിന്റെ താഴെ ഉറങ്ങിക്കിടക്കുന്ന ആമിനാന്റെ പൊന്നുമോനെ മുഹമ്മദ് മുസ്തഫ. എല്ലാ നബിമാരെക്കാൾ അങ്ങ് മേലെയാണ്. ആകൃതിയിലും പ്രകൃതിയിലും. വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി. ലോകത്തുള്ള സർവ പദാർത്ഥങ്ങളുടെ പേര് പറഞ്ഞ് മലക്കുകളെ വിസ്മയിപ്പിച്ച ആദം നബിയാവട്ടെ, ബിസ്മില്ലാഹി മജ്രാഹാ വ മുർസാഹാ എന്ന് പറഞ്ഞ് കപ്പലോടിച്ച നൂഹ് നബിയാവട്ടെ,
പക്ഷികളോടും ഉറുമ്പുകളോടും കിന്നാരം പറഞ്ഞ സുലൈമാൻ നബി ആവട്ടെ 4 പക്ഷികളെ പിടിച്ചറുത്ത് കൂട്ടിക്കുഴച്ച് പേര് ചൊല്ലി വിളിച്ചപ്പോൾ പറന്നു വരത്തക്ക വിധത്തിൽ മുഅ്ജിസത്ത് കൊണ്ട് ശ്രേഷ്ഠനാക്കപ്പെട്ട ഇബ്രാഹിം നബി ആവട്ടെ ചെങ്കടലിൽ വടികൊണ്ട് നടിച്ചപ്പോൾ പിളർത്തപ്പെട്ട് ഫറോവയുടെ സൈന്യങ്ങളെ വിസ്മയിപ്പിച്ച ബഹുമാനപ്പെട്ട മൂസാ നബി ആവട്ടെ കുഷ്ഠരോഗികളെയും വെള്ളപ്പാണ്ടുകാരെയും അന്ധരെയും തടകി സുഖപ്പെടുത്തിയ റൂഹുല്ലാഹി ഈസയാവട്ടെ അങ്ങയുടെ ഇൽമിന്റെ അടുത്ത് എത്തിയിട്ടില്ല മുത്തേ, അങ്ങയുടെ അറിവിന്റെ അടുത്ത് എത്തിയിട്ടില്ല റസൂലേ, അങ്ങയുടെ ഔദാര്യത്തിന്റെ അടുത്ത് എത്തിയിട്ടില്ല ഹബീബേ മുഹമ്മദ് മുസ്തഫ. ബൂസരിന്റെ പുറവയാ ചൊല്ലിയ ഒരുപാടുണ്ട്. ഒരു 10 ദിവസം പ്രസംഗിച്ച ഇതെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട്, അത്ര മദ്ഹ മുഹമ്മദ് മുസ്തഫ. അപ്പൊ എല്ലാ ഭാഷയിലും ഗിബൺ, നെഹ്റു, വാഷിംഗ്ടൺ ഇർവിങ്, പിന്നെ മിൽസ്, റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞു, സി രവിചന്ദ്രൻ, എല്ലാരും ഉണ്ട്. മുഹമ്മദ് മുസ്തഫ പറയാതെ പറ്റില്ല. അവര് പറയുമ്പോ തെറ്റ് പറയുമ്പോൾ അറിവില്ലായ്മയാ. റസൂലുള്ളാഹി അവസാനം മാതൃഭൂമിയിൽ സ്ഥിരം കവിത എഴുതുന്ന സുകുമാർ കക്കാട് എഴുതി. ഞാനിങ്ങനെ വായിച്ചു, എന്താ പഠിച്ചോനെ എഴുതിയത്? സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപ്പാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, തമ്മിൽ ഇടഞ്ഞും അഹങ്കരിച്ചും കരൽ കൊത്തിപ്പറിച്ചും ചവച്ചും പുളം ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ട് ക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക, ഭർത്യരക്തക്കറ പറ്റിയ ദംഷ്ടയിൽ മണ്ണൊന്നര സ്മൃതി കോർത്ത ബിംബങ്ങളെ സത്യവിശ്വാസ പ്രകാശ ധാവള്യത്തിൻ നിത്യ പ്രവാഹാൽ തീർത്ത പ്രബോധക, അങ്ങയ ചൂഴുമോരായിരം ഓർമ്മകൾ ആത്മഹർഷം മിതച്ചെത്തുമീ വേളയിൽ, ബന്ധുര ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ മാത്രയിൽ, കൈകോർത്തുമേയുന്ന മണ്ണുമാകാശവും കൈമാറി നിൽപ്പൂ സ്തുതിയുമാശംസയും. കഷ്ടമനാഥനായി ജാതനായെങ്കിലും ശിഷ്ടർക്ക് നാഥനായി വർദ്ധിച്ച സാത്വിക, പൊള്ളും മരുക്കളെ അധ്യാപനങ്ങളാൽ പുഷ്പനികുഞ്ചകമാക്കിയ ചിന്തക, എത്രയും സൗമ്യനാണെങ്കിലും ശത്രുവിനിന്തിനുരുക്ക് വളാകിന വിക്രമ, വിസ്തരതേക്കാൽക്കൽ വീണീടിലും ജീർണമാം വസ്ത്രേന ഗാത്രം പുതച്ച നിറുപോത്തമ, വായിപ്പീനെന്ന അത്യുന്നതങ്ങളിൽ നിന്ന് വാ തുറന്നോതിയ വിജ്ഞാനദായക, അന്നം കൊടുപ്പീൻ പശിക്കെതിരെ ആദ്യത്തൊരംഗം കുറിച്ചൊരവശ സംരക്ഷക, ക്ഷമിപ്പീൻ ക്ഷമാശീലനാണ് എത്രയും ശക്തരെന്നോദിയ വേദപാരംഗത, അങ്ങയ ചോഴുമോരായിരം ഓർമ്മകൾ ആത്മഹർഷം മിതച്ചെത്തുമീ വേളയിൽ, ബന്ധുര ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ മാത്രയിൽ, കൈകോർത്തുമേയുന്ന മണ്ണുമാകാശവും കൈമാറി നിൽപ്പൂ സ്തുതിയുമാശംസയും. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപ്പാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ പാടേണ്ടത്? ഇനി ആരാ പാടേണ്ടത്? അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം
നമുക്ക് പഠിപ്പിച്ചത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി അറിഞ്ഞുകൊണ്ട് ഖുർആൻ പഠിക്കലും മുഹമ്മദ് നബി അറിഞ്ഞുകൊണ്ട് തൗഹീദ് പഠിച്ചെങ്കിലേ നമുക്ക് കാര്യം ഗ്രഹിക്കൂ. അതുകൊണ്ട് ആ പണ്ട് ഫത്ഹുൽ മീനൊക്കെ എഴുതി വെച്ചത് ആദ്യം നബിയെ കുറിച്ച് പഠിപ്പിക്കാൻ മുഹമ്മദ് മുസ്തഫ